നമ്മൾ ആർഡിഎക്സിലടക്കം ഈ വിഷയം ചർച്ച ചെയ്തപ്പോൾ എന്തുകൊണ്ടാണ് തന്ത്രിയുടെ പേര് ആരും പറയാത്തത് എന്നുള്ളത് നമ്മൾ പല ഘട്ടങ്ങളിൽ ചോദിച്ചതുമാണ്. പക്ഷേ അന്വേഷണം ഈ പറയുന്ന ആരോപണങ്ങളോ അല്ലെങ്കിൽ ഈ പറയുന്ന പുറത്തെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങളിലൊക്കെ അപ്പുറത്തേക്ക് കൃത്യമായൊരു അന്വേഷണം അവിടെ നടക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് താഴമൺ കുടുംബാംഗമായ തന്ത്രി കണ്ഠര് രാജീവരുടെ അറസ്റ്റിലേക്ക് പ്രത്യേക സംഘം കടക്കുന്നത്. ഈ അരുണ്യ, ഇത് ഏറ്റവും ശ്രദ്ധേയമായി കാണേണ്ടത് എന്തുകൊണ്ടാണ് തന്ത്രി രാജീവരെ എന്നുള്ളതാണല്ലോ ഏറ്റവും സ്വാഭാവികമായും ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട ചോദ്യം. അവിടെ പ്രധാനമായും SIT പറയുന്ന 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് ബംഗളൂരുവിലെ ശ്രീറാംപുര അയ്യപ്പ ക്ഷേത്രത്തിലെ പൂജാരിയായിരുന്നു. അവിടത്തെ തന്ത്രിയായിരുന്നു തന്ത്രി കണ്ഠര് രാജീവര്. അതായത് ശബരിമലയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി വളരെ അടുത്ത ബന്ധമുള്ളയാളാണ് തന്ത്രി. രണ്ടാമതായി, ശബരിമലയിലേക്ക് കീഴ്ശാന്തിയുടെ സഹായിയായി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത് അതും തന്ത്രി കണ്ഠര് രാജീവരാണ്. മാത്രമല്ല, ചുരുങ്ങിയ കാലയളവിനുള്ളിൽ ശബരിമലയിലെ ഒരു സ്വാധീന ശക്തിയായി ഈ പോറ്റി വളർന്നതിന് പിന്നിൽ അത് തന്ത്രി കണ്ഠര് രാജീവരുടെ ഇടപാടുകളും അദ്ദേഹവുമായുള്ള ബന്ധവും ഉപയോഗപ്പെടുത്തി എന്ന് പറയുന്നു. മാത്രമല്ല, ഈ പറയുന്ന 2019 ഇവിടുന്ന് സ്വർണ്ണപ്പാളികൾ കൊണ്ടുപോകുമ്പോൾ തയ്യാറാക്കിയ മഹസർ, അതാണല്ലോ ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകളിൽ ഒന്നായി CRPC പ്രകാരം അവർ ഹാജരാക്കുന്നത്. അതിൽ പറയുന്നത് ഈ എൻ വാസു ആയിക്കോട്ടെ, പത്മകുമാർ ആയിക്കോട്ടെ, ഇല്ലെങ്കിൽ ജയശ്രീ ആയിക്കോട്ടെ, KS ബൈജു ആയിക്കോട്ടെ, ഇങ്ങനെ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥരൊക്കെ തന്നെ അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അവർക്ക് ഉണ്ടായ വീഴ്ചയായി അവരുടെ കുറ്റമായി പറയുന്നത് ഈ ശബരിമലയിലേത് ദ്വാരപാലക ശില്പങ്ങളിലേത് ഈ പറയുന്ന സ്വർണം പൊതിഞ്ഞ പാളികൾ ആണ് എന്നിവർക്കറിയാമായിരുന്നു. ഇതറിയാമായിരുന്നിട്ടും അവർ ചെമ്പ് പാളി എന്ന് എഴുതിയെന്നും അതിൽ ഒപ്പിട്ടെന്നുമാണ് പത്മകുമാർ ആയിക്കോട്ടെ, എൻ വാസു ആയിക്കോട്ടെ, ശ്രീകുമാർ ആയിക്കോട്ടെ, KS ബൈജു ആയിക്കോട്ടെ, ജയശ്രീ ആയിക്കോട്ടെ, ഇവർക്കെതിരെ എല്ലാവർക്കുമെതിരെ ഉയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കുറ്റം അതാണ്. പക്ഷെ അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും 2019 മഹസറിൽ ചെമ്പ് പാളികൾ എന്ന് എഴുതിയ മഹസറിൽ തന്ത്രി കണ്ഠര് രാജീവരും അന്ന് ഒപ്പിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ഈ 98 ഈ പറയുന്ന വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതാണ് ഈ പാളികൾ എന്ന് ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരാൾ തന്ത്രി കണ്ഠര് രാജീവരാണ്. കാരണം എത്രയോ വർഷങ്ങളായി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളാണ് തന്ത്രി കണ്ഠര് രാജീവരും. അങ്ങനെയുള്ള അദ്ദേഹത്തിന് ഇത് ചെമ്പ് പാളികളല്ല എന്ന് അറിയാമായിരുന്നു. എന്നിട്ടും അദ്ദേഹം ഈ ചെമ്പ് പാളികൾ എന്ന് എഴുതിയപ്പോൾ ഒപ്പിട്ടത് അതൊരു ഗൂഢാലോചനയുടെ ഭാഗമല്ലേ എന്നുള്ളതാണ് അവർ ഉന്നയിക്കുന്ന പ്രധാന സംശയങ്ങളിൽ ഒന്ന്. മാത്രമല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ടുള്ള ബന്ധം അതിന് ഒരു തെളിവായി SIT പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നുണ്ട്. മാത്രമല്ല, ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ തുടക്കം എവിടെ നിന്നാണ് എന്നുള്ളത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. ആ തുടക്കം എവിടെ നിന്നെന്ന് ചോദിച്ചാൽ അത് ഈ ശബരിമലയിലെ ശ്രീകോവിലിന് ഇരുവശവുമുള്ള ദ്വാരപാലക ശില്പങ്ങളിലെ അറ്റകുറ്റപ്പണികൾ നടത്തണം എന്ന ഒരു ഫയൽ, അത് അന്നത്തെ ശബരിമല അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഓപ്പൺ ചെയ്ത ഫയലാണ്. ആ ഫയലിൽ വളരെ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, ശബരിമല ശ്രീകോവിൽ ഇരുവശവുമുള്ള ദ്വാരപാലക ശില്പങ്ങളുടെ അറ്റകുറ്റപ്പണികൾ നടത്തണമെന്ന തന്ത്രി കണ്ഠര് രാജീവരുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ. അതായത് ഈ ആവശ്യം ആദ്യമായി ഉയർന്നു വന്നത് അത് തന്ത്രിയുടെ ഭാഗത്ത് നിന്നാണ്. മാത്രമല്ല, പിന്നീട് നോക്കും, ഈ രണ്ടാമതായി ശ്രീകോവിലെ പാളികൾ, അത് പുതിയ പാളികൾ ഉണ്ടാക്കി ഇപ്പോൾ ജയറാം അടക്കമുള്ള നടന്മാരുടെ വീട്ടിൽ കൊണ്ടുവച്ച് പൂജ ചെയ്ത് കൊണ്ടുവന്ന ആ പാളികൾ ഉണ്ടാക്കാനുള്ള സാഹചര്യവും എങ്ങനെയാണ് ഉണ്ടായത്? അതായത് ശബരിമല ശ്രീകോവിലിൻ്റെ പാളികൾ നേരാം വണ്ണം അടയുന്നില്ല എന്നും എലികൾ ഉൾപ്പെടെയുള്ള ക്ഷുദ്രജീവികൾ ഈ ശ്രീകോവിലിനുള്ളിലേക്ക് കടക്കുന്നുണ്ടെന്നും അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന ശ്രീകോവിലിൻ്റെ അറ്റകുറ്റപ്പണികൾ വേണമെന്നുള്ള തന്ത്രിയുടെ കത്ത്, അതായത് ഈ 2 കൊള്ളകളുടെയും മുഖ്യ തുടക്കമായി പറയുന്നത് തന്ത്രിയുടെ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിരുന്ന മുരാരി ബാബു ഓപ്പൺ ചെയ്ത ഫയലുകളാണ്. സ്വാഭാവികമായും ഇതുവരെ ഉണ്ടായത് എല്ലാം ഗൂഢാലോചനയോ ആസൂത്രിത നീക്കമോ ആണെങ്കിൽ അവിടെ ഏറ്റവും ഒരു തന്ത്രപ്രധാനമായ ഒരു പങ്ക് തന്ത്രിക്കുമുണ്ട് എന്നുള്ളതാണ് SIT പറയുന്നത്. നോക്കൂ, ഈ അറസ്റ്റ് നടന്നിരിക്കുന്നത് 14-ാം തീയതി മണ്ഡല മകരവിളക്ക് മഹോത്സവം നടക്കുന്ന ഒരു സുപ്രധാന ദിനത്തിന് തൊട്ടടുത്തായി ഇപ്പോൾ ശബരിമല തന്ത്രിയുടെ താഴമൺ കുടുംബത്തിലെ അംഗത്തിൻ്റെ ഇത്രയും കാലം ദൈവതുല്യരെന്ന് ആളുകൾ ഇപ്പോഴും അങ്ങനെ വിശ്വസിക്കുന്ന ആളുകളുണ്ട്. നമുക്കറിയാം, ശബരിമലയിൽ ഡ്യൂട്ടിക്കായി പോയിട്ടുള്ളവരായിരുന്നാലും ശബരിമല ദർശനത്തിന് പോയിട്ടുള്ളവരായിരുന്നാലും ഈ തന്ത്രി, അതുപോലെ തന്നെ മേൽശാന്തി എന്നിവരെയൊക്കെ ഈ അയ്യപ്പ ഭക്തർ വളരെ ദൈവങ്ങളെ പോലെയാണ് കാണുന്നത്. അതായത് അയ്യപ്പനെ ഏത് രീതിയിലാണോ കാണുന്നത് അതുപോലെ കാണുകയും അവർക്ക് കാണിക്ക
കൈനീട്ടി കൊടുക്കുകയും അവരെ പാദം തൊട്ട് വന്ദിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ ശബരിമല പോയിട്ടുള്ളവർക്ക് സ്ഥിരം കാണാവുന്നതാണ്. അപ്പോൾ അങ്ങനെ മറ്റൊരു തരത്തിൽ ശബരിമല അയ്യപ്പ പ്രതിഷ്ഠയുടെ പിതൃസ്ഥാനത്ത് കാണുന്നയാളാണ് തന്ത്രി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു പിതൃസ്ഥാനത്തുള്ള തന്ത്രി തന്നെയാണ് ഇങ്ങനെ ഒരു സ്വർണ്ണക്കൊള്ളയ്ക്ക് നേതൃത്വം കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് പ്രധാന പങ്ക് വഹിച്ചിരിക്കുന്നത് എന്നുള്ളത് ഇതുവരെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് ഏതെങ്കിലും ഒരു സാധാരണ കൊള്ള, അതല്ലെങ്കിൽ ഒരു ഉദ്യോഗസ്ഥരുടെയോ അല്ലെങ്കിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ആളുകളുടെയോ ഗൂഢാലോചനയിൽ നടന്നൊരു സാധാരണ ഒരു അഴിമതിക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ളയായിരുന്നെങ്കിൽ ഈ നിമിഷം മുതൽ ഈ കേസിൻ്റെ മാനം മാറുകയാണ്. കാരണം ശബരിമല താഴമൺ കുടുംബത്തിലെ ശബരിമല തന്ത്രി കുടുംബത്തിലെ ഒരാൾ കൂടി അറിഞ്ഞുകൊണ്ട് നടത്തിയ ഈ കൊള്ളയ്ക്ക് ആ കേസിൻ്റെ ഒരു സാമൂഹ്യ വ്യാപ്തി തന്നെ കൂടുന്നുണ്ട്. സ്വാഭാവികമായും ആരൊക്കെ തന്ത്രിയെ തള്ളിപ്പറയും, ആരൊക്കെ തന്ത്രിയെ തള്ളിപ്പറയില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി പരിശോധിക്കേണ്ടതുണ്ട്. ഏതായിരുന്നാലും ശബരിമലയിൽ പോറ്റിയെ കയറ്റിയത് ആരാണ് എന്ന പാരഡിക്ക് ഏറെക്കുറെ കൃത്യമായൊരു ഉത്തരം ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. അത് തന്ത്രിയാണ് എന്നുള്ളത് തന്നെയാണ് SITയുടെ കൃത്യമായ കണ്ടെത്തൽ. തുടരുക.